Magic money. Magic മാജിക്കിന്റെ money. 235ാമത് സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മൈൻഡ്ഫുൾ ടു മൈൻഡ്ഫുൾ എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ സെഷൻ എടുക്കാൻ പോകുന്നത്. ഞാൻ ഓഡിബിൾ ആണോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട് കേൾക്കാം. കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഒരു മിനിറ്റ് തന്നെ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ്, കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ. സോ ഇന്നത്തെ ടോപ്പിക് മൈൻഡ്ഫുൾ ടു മൈൻഡ്ഫുൾ എന്നാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? നമ്മൾ മൈൻഡ്ഫുളിനെ പറ്റിയൊക്കെ ഒരുപാട് സെഷൻസ് ഇവിടെ കേട്ടിട്ടുണ്ട്. സോ ഇതിന്റെ ആ ഒരു പേര് കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഫസ്റ്റത്തെ മൈൻഡ്ഫുൾ നമ്മുടെ മനസ്സ്, നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ, അതിനെ പറ്റിയിട്ടുമാണ്. അപ്പോ ഇതിൽ കൂടുതലായിട്ടും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകളെ പറ്റിയിട്ടാണ്. നമ്മുടെ ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ നെഗറ്റീവ് തിങ്കിങ്, പിന്നെ നമ്മളിൽ അനുഭവപ്പെടുന്ന ആങ്സൈറ്റി, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നമ്മൾ എത്ര പേരുണ്ടാവും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പഴയ കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്കണ്ഠ, ഒരു ഭയം, ഇപ്പൊ ആങ്സൈറ്റി എന്നൊക്കെ പറയും. അതുപോലെ അനാവശ്യമായ ചിന്തകൾ, ഓവർ തിങ്കിങ്, പണ്ട് നടന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും പലരും കിടന്നുറങ്ങുന്നത്. എല്ലാവരും ആയിരിക്കില്ല. ഇപ്പൊ നമ്മുടെ ബി മാജിക് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നത് കാരണം ചില ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനത്തെ തോട്ട്സ് ഒന്നും വരില്ല. നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തിട്ടായിരിക്കും കിടന്നുറങ്ങുക. എങ്കിൽ പോലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പലർക്കും അവർ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, അല്ലെങ്കിൽ ഒരു അമിത ഭയം, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. അങ്ങനെ അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓക്കെ, വിധുബേലാമയമുണ്ട്. എനിക്കും അനുഭവപ്പെടാറുണ്ട് കേട്ടോ. എനിക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് ടെക്നിക്സ് അതിന് യൂസ് ചെയ്തു. ഒരുപാട് ടെക്നിക്ക് നമുക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു. ചില കാര്യങ്ങളിൽ എനിക്ക് അങ്ങോട്ട് എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഓവർ തിങ്കിങ് വരുന്നുണ്ട്, പിന്നെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തിങ്കിങ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഇന്നലെ നമ്മൾ ഓസ്റ്റിൻ സാറിന്റെ ക്ലാസ്സിൽ കേട്ട പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് പോലും അറിയില്ല എന്താണ് ചിന്തിക്കുന്നതെന്ന്. നല്ല ചിന്തകളാണ് എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൊടുക്കേണ്ടത്. ഒരു ദിവസം ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന 60,000 മുതൽ 70,000 വരെയുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ടെന്നായിരുന്നു. ഇപ്പൊ ഇന്നലെ ഗൂഗിളിൽ നോക്കുമ്പോൾ അതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല. ഇപ്പൊ പുതിയ പഠനങ്ങൾ അനുസരിച്ച് 6,000 to 7,000, അതാണ് ഇപ്പോഴത്തെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തോട്ട്സ് നമ്മളിലേക്ക് വരുന്നതെന്ന് ആർക്കെങ്കിലും പറയാവോ? എന്താണ് ഈ ഒരു തിങ്കിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? എന്തായിരിക്കും അതിന്റെ റീസൺ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മള് പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മളെ പണ്ട് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും, പിന്നെ നമ്മള് ഒരു ഭാവന ഉണ്ടാവുമല്ലോ, അതും കൂടി ചേർന്നിട്ടൊക്കെ ആയിരിക്കും വരിക. അതെ, മണിസാർ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇതൊക്കെ തന്നെയാണ് ഞാനും പോയിന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴും നമ്മൾ സ്വന്തം നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ്സ് ഒക്കെയാണ്. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിയർ ആൻഡ് ആങ്സൈറ്റി ആണ്.
ഫിയർ ആൻഡ് ആൻസൈറ്റി എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും, എന്തായിരിക്കും എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോവുക, അങ്ങനെയൊക്കെ ഓർത്തിട്ടുള്ള ഒരു ഭയം നമുക്കുണ്ടാവും. അതൊക്കെയാണ് നമ്മളെ ഈ ഓവർ തിങ്കിങ്ങിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോ ഈ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും ഓവർ തിങ്കിങ് കൊണ്ട് എനിക്ക് ചിന്തിക്കാവുന്നതാണ്, ക്ലാസ് എങ്ങനെ പോകും, നന്നാവോ മോശമാവോ, ഇനിയിപ്പോ ശരിയാവോ, എടുക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് വരുമോ, കറക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് കിട്ടുമോ, ക്യാമറ ഓൺ ആവോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് ഓവർ തിങ്കിങ്ങിന് പറ്റിയിട്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ മോശമായിട്ട് നടന്ന കാര്യങ്ങൾ, അല്ലെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചതായിരിക്കും, നമ്മളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതോ വേദനിപ്പിച്ചതോ. ഇതൊക്കെ നമ്മൾ ദിവസവും ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും, വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോഴോ. എപ്പോഴാണെന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു ടൈം ഉണ്ടാവില്ല. ഈ ചിന്തകൾ വരുന്നത് പലപ്പോഴും പല സമയത്തായിരിക്കും. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇതിനകത്തേക്കായിരിക്കും ഫോക്കസ്. എന്ത് ചെയ്യും, അവരെന്റെ അടുത്ത് അങ്ങനെ ചെയ്തു, അന്ന് എന്റെ ലൈഫിൽ അങ്ങനെ നടന്നു. അപ്പൊ ഒരു കാര്യം ഉണ്ടാവില്ല, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സംടൈംസ് ഇത് വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, വി കാൻ സ്റ്റോപ്പ്. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇതിന്റെ ഒത്തിരി വലിയൊരു ലെവലിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെയാണ് കൂടുതൽ സ്ട്രെസ്, ആങ്സൈറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട്. നമുക്കിത് എന്തുകൊണ്ടാണ് അധികം ഇമ്പാക്ട് ചെയ്യാത്തതെന്ന് വെച്ചാല്, നമ്മൾ ഓൾറെഡി മെഡിറ്റേഷൻ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒത്തിരി ഇതിനെ പറ്റിയിട്ട് വെറിയിടാവേണ്ടി വരാത്തത്. പക്ഷെ എനിക്കത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അടുത്തൊരു പോയിന്റ് പറയാനുണ്ടായിരുന്നത്. അടുത്തത് പെർഫെക്ഷനിസം. എനിക്ക് ഇത്രയും പോയിന്റ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്തത് പെർഫെക്ഷനിസം ആയിരുന്നു. ഇപ്പോ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇത് എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസം ആയിട്ടുണ്ടാവുള്ളൂ. അതിനു മുന്നേയും എന്നോട് ഷൈമിന മാം വിളിച്ചിട്ട് പ്രിപ്പയർ ചെയ്യട്ടെ എന്നിട്ട് എടുക്കാം. ഞാൻ 1 മാസമാവും 2 മാസമാവും പ്രിപ്പറേഷൻ കഴിയില്ല. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുത്താലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. അതൊരു എക്സാമ്പിൾ ആട്ടോ. അതുപോലെയാണ് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും. നമുക്ക് എപ്പോഴും പെർഫെക്ഷൻ വേണം. അപ്പൊ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ അത് ഞാൻ ചെയ്തത് ശരിയായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതിലിപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ സിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ഫംഗ്ഷന്റെ സമയത്തും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് അവളോട് പറഞ്ഞു, ഈ കുടിവെള്ളം ഒന്ന് സ്റ്റേജിന്റെ അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കൊണ്ടേ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം അവള് ഓക്കെ എന്ന് പറഞ്ഞു. കുടിവെള്ളം അവിടെ എത്തിക്കണം, വാട്ടർ ബോട്ടിലാണ്, അത് വേഗം കൊണ്ടേ കൊടുത്തിട്ട് ആള് തിരിച്ചു പോന്നു. പക്ഷെ തിരിച്ചു പോന്നു കഴിഞ്ഞിട്ട് ആളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനിപ്പോ പോയത് സ്റ്റേജിന്റെ നടുവിലൂടല്ലേ, അയ്യോ അത് മോശമായിപ്പോയി, ആൾക്കാരെന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും. ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി ഒരു വിവരം ഇല്ലാതെ സ്റ്റേജിന്റെ നടുവിലൂടെ കയറിയിട്ടാണ് ഒരാൾക്ക് സാധനം കൊടുക്കേണ്ടത്. അത് ബാക്ക് സൈഡിലൂടെ പോയി വേണ്ടായിരുന്നോ കൊടുക്കാൻ. അന്നൊരു ദിവസം മുഴുവൻ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേയും ആൾ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ നമ്മൾ ഓർക്കുക ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ തോട്ട്സ് പോകുന്നതെന്ന്. അപ്പൊ അതിനുശേഷം എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കും വരുന്ന സംഭവമാണ്, പക്ഷെ ഇത് വരാൻ പാടില്ല, അത് നമ്മൾ അവിടെ കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്. ഒരാൾക്ക് ദാഹിച്ചിരുന്നപ്പം നിന്റെ കൈകൊണ്ട് അവിടെ വെള്ളം എത്തിയല്ലോ, അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത്ര വലിയ എളുപ്പമായിരിക്കില്ല ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരു പെർഫെക്ഷനിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. പിന്നെ നമ്മുടെ മനസ്സിന്റെ സ്വഭാവം എന്ന് പറയാം. നമ്മുടെ ഇന്നത്തെ ദിവസം ഒരു 10 നല്ല കാര്യങ്ങൾ നടന്നു, 11ാമത്തെ കാര്യം ഒരു നെഗറ്റീവ് കാര്യം നടന്നതെന്ന് വെച്ചു. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക 11ാമത്തെ കാര്യത്തിലായിരിക്കും. 10 നല്ല കാര്യങ്ങൾ നടന്നത് വിട്ടുകളയും. 11th ആയിട്ട് നടന്ന ആ ഒരു മോശം ഇൻസിഡന്റോ അല്ലെ ആരെങ്കിലും നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിച്ചതോ അത് മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിൽ നിൽക്കുക. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അറിയാം, ഈ കമന്റ്സ് നോക്കുന്ന ആൾക്കാരുണ്ട്. കമന്റ്സ് നോക്കി പോകുമ്പോൾ എല്ലാവരും സൂപ്പർ അടിപൊളി നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇട്ടിട്ടുണ്ടോ, പക്ഷെ അതിലൊരു നെഗറ്റീവ് കമന്റ് വന്നാൽ നമ്മുടെയും ഫിംഗർ അവിടെ സ്റ്റെക്ക് ആവും. ഇതെന്താ ഇട്ടേക്കുന്നതെന്ന് നമ്മൾ വായിച്ചു നോക്കും. അത് നമ്മുടെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. എല്ലാം നെഗറ്റീവിലേക്കാണ് നമുക്ക് ഇച്ചിരി ഒരു അട്രാക്ഷൻ കൂടുക. നെഗറ്റീവ് കമന്റ്സ്, നെഗറ്റീവ് കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടക്കുന്നത്, ഇവിടെയൊക്കെ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി കൂടും, അതെന്താ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. അതാണ് വേറൊരു റീസൺ. പിന്നെ പറയുന്നത് നെഗറ്റിവിറ്റി ബയാസ് ആണ്. ഞാൻ അമിഗ്ഡാല എന്ന് പറഞ്ഞൊരു ബ്രെയിനിന്റെ ഒരു പോർഷനെ പറ്റിയിട്ട് ട്രോമ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ശരീരത്തിന് ബൈ ഡിഫോൾട്ട് ആയിട്ട് അപകടങ്ങളെ പറ്റി തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. അതിനെ സഹായിക്കുന്ന തലച്ചോറിന്റെ ബ്രെയിനിന്റെ ഒരു ഭാഗമാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നടന്നാൽ പോലും ഒരു അപകടമായിട്ടായിരിക്കും നമുക്ക് തോന്നുക. എന്തോ വരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ കാര്യത്തിലും വേണമെങ്കിൽ മുൻകൂറായിട്ട് ഈ ഒരു സിഗ്നൽ പോകുന്നത് കാരണം അതും ഒരു റീസൺ ആണ്. നമുക്കിത് ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്തോ വരുന്നുണ്ട് അല്ലെ എന്തോ നടക്കുന്നുണ്ട് എന്ന്. നമ്മുടെ ബ്രെയിനും ആ ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ നമ്മുടെ തോട്ട്സ് ആണ് കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് ലാക്ക് ഓഫ് കൺട്രോൾ. നമ്മൾക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. അപ്പൊ ഇങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയൊക്കെ നടക്കുവോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തോട്ട്സ് നമുക്ക് ഉണ്ടാവും. ഇതിങ്ങനെ നടക്കുവോ, ഇനിയിപ്പോ ഇതിങ്ങനെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു പേടി, അതാണ് ഈ ലാക്ക് ഓഫ് കൺട്രോൾ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം ആണ്. ലോ സെൽഫ് എസ്റ്റീം എന്ന് വെച്ചിട്ട് ആത്മവിശ്വാസക്കുറവ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ശരിയാണോ? ഇതിൽ എനിക്ക് എന്നെ തന്നെ എക്സാമ്പിൾ പറയാട്ടോ. എനിക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. എല്ലാവരും പറയും 100 വട്ടം ചിന്തിക്കണം എന്ന്. ഞാൻ അതിലും കൂടുതൽ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കാനാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കുറേ വട്ടം ചിന്തിക്കും. 1-2 പേരോട് അഭിപ്രായം ചോദിക്കും. പിന്നെ ഞാൻ 2 ദിവസം എടുക്കും, ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇപ്പൊ പേയ്മെന്റ് ഒക്കെ കൊടുത്താൽ പോലും പിന്നെ ഇരുന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഞാൻ അടുത്ത തീരുമാനം ശരിയാണോ, എനിക്ക് അത്രയ്ക്കൊക്കെ ബോധം ഉണ്ടോ ഇങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനുള്ള. ഇതൊക്കെ ഒരു ആത്മവിശ്വാസക്കുറവാണ്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, പിന്നെ നമുക്ക് കഴിവുണ്ടോ എന്ന് നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇതൊക്കെ സെൽഫ് ഇമേജിങ്, സെൽഫ് ഡൗട്ട് എന്നൊക്കെ പറയാം. നമ്മളെ പറ്റി നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ഇമേജ്, ഇതും ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെ ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു റീസൺ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഓവർ തിങ്കിങ് അല്ലെ നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ സറൗണ്ടിങ്, എനിക്ക് എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ നമുക്ക് എന്താണോ കൂടുതൽ സമയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ കൂടെയുള്ള 5 ക്ലോസ് ഫ്രണ്ട്സിന്റെ ആവറേജ് ആയിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡേ ബൈ ഡേ അങ്ങനെ ഒരു കാര്യത്തിലേക്കായിരിക്കും ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ റീസൺസ് പറയാനുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ ഓവർകം ചെയ്യാം? ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ സ്യൂട്ട് ആവണമെന്നില്ല. ഓരോന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് റെഡി ആയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻസ് എന്താന്ന് നോക്കുക, അത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 5 minutes വെറി വിൻഡോ എന്നാണ് അതിന്റെ പേര്. അത് ഞാനിപ്പോ ഒരു ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ വർക്കിംഗ് ടൈം ആണ്, അല്ലെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു തോട്ട്സ് ഇങ്ങനെ വന്ന് ഞാനിത് റിപ്പീറ്റ് ആയി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ ഒരു കാര്യം സെറ്റ് ചെയ്യാം. 5 മിനിറ്റ് വെറി വിൻഡോ സെറ്റ് ചെയ്യാണ്. ഇപ്പോ 6 മണിയായി, 6 മണി മുതൽ 6:05 വരെ ഞാൻ ഇതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. എന്നാൽ പിന്നെ ഇതങ്ങ് ചിന്തിച്ചങ്ങ് തീർത്തേക്കാം. ആ വരുന്ന തോട്ട്സ് മുഴുവൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തൊക്കെയാണോ എനിക്ക് വരുന്നത് അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ ഞാൻ കൊടുക്കുന്ന ഒരു സമയമാണ് ഈ വെറി വിൻഡോ. അതാണ് ഫസ്റ്റ് പോയിന്റ്. അത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യണം കേട്ടോ. ഈ 5 മിനിറ്റ് ഞാൻ ഇതിനു വേണ്ടി സമയം കൊടുക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വർക്കിലേക്ക് അല്ലെ എനിക്ക് എന്റെ കാര്യത്തിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം നമ്മൾ ഈ വെറി വിൻഡോയിനെ പറ്റിയിട്ട് ഉള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ. രണ്ടാമത്തെന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം, ഈ നിമിഷത്തിൽ ജീവിക്കുക. ഈ പ്രസന്റ് മൊമെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എൻജോയ് ചെയ്യാം. ഇപ്പൊ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഈ ട്രെയിനിങ് എടുക്കുന്നതിനെയും നിങ്ങൾ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കാര്യം പറഞ്ഞു തരുന്നതിനെ പറ്റിയും ചിന്തിക്കണം. അത് അല്ലാതെ തന്നെ നമുക്ക് വേറെ തോട്ട്സ് വരും. അയ്യോ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്കിന് പോകണം, ഇന്ന് എനിക്ക് ഓഫീസിൽ ചെന്നിട്ട് ചെയ്യാനുള്ളത്. ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വേണമെങ്കിൽ വന്നുകൊണ്ടിരിക്കാം. കാരണം നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മൾ എന്താണോ പ്രസന്റ് മൊമെന്റിൽ ചെയ്യുന്നത് അത് എൻജോയ് ചെയ്യാം. ഫുഡ് കഴിക്കുമ്പോൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കുക. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ജോലി ചെയ്യാം. നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും, ഫുഡ് കഴിക്കുന്നതാവാം, ഇവൻ ഇച്ചിരി വെള്ളം കുടിക്കുന്നതാണെങ്കിൽ പോലും അത് നമുക്ക് ആസ്വദിച്ച് കുടിക്കാൻ പറ്റും. അത് നമ്മുടെ ശരീരത്തിലൂടെ ഇറങ്ങി പോകുന്നതും നമ്മുടെ ബോഡീനെ ഒന്ന് എന്താ പറയാ ഒരു തണുപ്പ് നൽകുന്നതും അതൊക്കെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യത്തിലും മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചലഞ്ച് യുവർ തോട്ട്സ് എന്നാണ്. നമ്മുടെ തോട്ട്സിനെ നമ്മൾ ചലഞ്ച് ചെയ്യാം. ഇപ്പൊ ഒരു തോട്ട്സ് വരികയാണ്, അപ്പൊ നമ്മൾ ചിന്തിക്കുക
ഇത് ശരിയാണോ, ഞാനിപ്പോ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, അതോ വെറുതെ ഞാൻ ചിന്തിക്കുന്നതാണോ? നമുക്ക് തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻസ് തിരിച്ചു ചോദിക്കാം. ഞാൻ ഈ ചിന്തിക്കുന്നത് ശരിയാണോ? ഇങ്ങനെ ചിന്തിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ? ഇസ് ദർ എനി എവിഡൻസ്? നമ്മളിങ്ങനെ കുറേ നേരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും എവിഡൻസ് ഉള്ളൊരു കാര്യമുണ്ടോ ഇതില്? അതുകൊണ്ടാണോ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കും, ഇതൊക്കെ ശരിയാണോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെയൊക്കെ ഇപ്പൊ ആവശ്യമുണ്ടോ? എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? എന്റെ മുന്നിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ? ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ തോട്ട്സിനെ കൊണ്ടുപോകാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് 5 4 3 2 1 ഗ്രൗണ്ടിങ് ആണ്. എന്താണ് ഈ 5 4 3 2 1 ഗ്രൗണ്ടിങ്? അപ്പോ ഇതിലിപ്പോ നമുക്ക് 17 മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യണേ ഒരു 2 മിനിറ്റ്. ഈ 5 4 3 2 1 ഗ്രൗണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം, നമുക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ. ഇപ്പൊ നമ്മളുടെ മൈൻഡിലേക്ക് ഒരു ഭയങ്കര തോട്ട്സ് വന്ന് നമ്മളിങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, 5 ഒബ്ജക്റ്റ് മുന്നിൽ. ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ ഫോൺ ഉണ്ടാവും, അതൊന്ന് നിങ്ങൾക്ക് നോക്കാം. പിന്നെ അതല്ലെങ്കിൽ റൂമിലാണെങ്കിൽ ഫാൻ ഉണ്ട്, ഇപ്പോ എന്താ പറയുക ഡോർ ഉണ്ടാവും. അങ്ങനെ 5 കാര്യങ്ങൾ. ഇപ്പോ 5 കാര്യങ്ങൾ എടുക്കാനില്ലാത്തവർക്ക് ഞാൻ ഇത് തരാം. എൻ്റെ കയ്യിലൊരു ഫ്ലാസ്ക് ഉണ്ട്, ഈ ഫ്ലാസ്ക് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ടാവും. അങ്ങനെ 5 കാര്യങ്ങൾ നമ്മളിപ്പോ ഫോക്കസ് ചെയ്തു. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ 5 കാര്യങ്ങൾ ഫോക്കസ് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ 4 കാര്യങ്ങൾ ടച്ച് ചെയ്യണം. നമ്മുടെ മുന്നിലുള്ള ബുക്കുള്ളവർക്ക് ബുക്ക്, നമ്മുടെ ഫോൺ ഉണ്ടാവും, മുന്നിലുള്ള മേശ, പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ടച്ച് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ 5 ഒബ്ജക്റ്റ് കണ്ടു, 4 ഒബ്ജക്റ്റ് നമ്മൾ തൊട്ട് നോക്കി. അടുത്തത് 3 സൗണ്ട്, പുറത്തുനിന്ന് വരുന്ന 3 സൗണ്ട് ഏതൊക്കെയാന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവുക? നിങ്ങളുടെ ഉള്ളിലെ ഫാനിന്റെ സൗണ്ട് ഉണ്ടാവും, പിന്നെ ഞാനിപ്പോ സംസാരിക്കുന്ന സൗണ്ട് ഉണ്ടാവും. അത് ഒന്ന് ലിസൺ ചെയ്യുക. പിന്നെ ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിച്ചണിൽ നിന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ടാവും. 3 സൗണ്ട് നമ്മളിപ്പോ ഒബ്സർവ് ചെയ്തു. ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് 2 സ്മെല്ല്. നിങ്ങളൊന്ന് നന്നായി ബ്രീത്തിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിലുള്ള ഒരു സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഫീൽ ചെയ്യുക. നമ്മുടെ വായിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ ഒരു ചായ കുടിച്ചവരായിരിക്കാം, അതിന്റെ ഒരു ടേസ്റ്റ്. അതൊന്നും അല്ലെങ്കിൽ വായിൽ ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് ഓർക്കാം. അപ്പോൾ കാണാൻ പറ്റുന്ന 5 ഒബ്ജക്റ്റ്, തൊടാൻ പറ്റുന്ന 4 ഒബ്ജക്റ്റ്, പിന്നെ കേൾക്കാൻ പറ്റുന്ന 3 സൗണ്ട്, സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 2 എണ്ണം, പിന്നെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തു. ഇത് നമ്മൾ 5 കാര്യങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ വേറെ എന്തെങ്കിലും ഒരു തോട്ട്സിനെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ നമ്മൾ ഓഫീസിലാണെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുവാണെങ്കിലും പുറത്തൊക്കെ നിൽക്കുവാണെങ്കിലും നമുക്ക് മൈൻഡിലേക്ക് പെട്ടെന്ന് ഇതിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് വേറൊരു മെത്തേഡ്. പിന്നെ നമുക്ക് ബി മാജിക് എന്ന് തന്നെ സൈഫ് സാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റോപ്പ് ക്യാൻസൽ ഡിലീറ്റ്. നമ്മുടെ ഉള്ളിലേക്ക് ഒരു തോട്ട്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ നെറ്റിൽ കൈവച്ചിട്ട് അറിയാം സ്റ്റോപ്പ് ക്യാൻസൽ ഡിലീറ്റ്. എന്ത് തോട്ട്സ് വരുവാണെങ്കിലും, ഇപ്പൊ വേറെ ആൾ നമ്മളോട് നെഗറ്റീവായി സംസാരിക്കുവാണെങ്കിൽ നമുക്ക് അവരോട് എന്താ പറയാ, അത് കേൾക്കേണ്ടി വരും. ആ ആൾക്കാരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കാം സ്റ്റോപ്പ് ക്യാൻസൽ ഡിലീറ്റ്. അതാണ് അടുത്ത മെത്തേഡ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കാന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിൽ വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്, ആ തോട്ട്സ്, ഒരാളോടുള്ള ദേഷ്യമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നൊരു സംഭവമാണോ, അതൊക്കെ നമുക്കൊരു പേപ്പറിൽ എഴുതി വെക്കാം. ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയുകയാണെ. എല്ലാവരുടെയും കയ്യിലൊരു പേനയും ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ, ഒരു ഹെഡ്സെറ്റ്, ഇത്രയൊന്ന് കരുതുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഞാനിന്ന് വേറൊരു ആക്ടിവിറ്റിയും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ അതൊക്കെ ഒന്ന് അടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാവും. ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു പേപ്പറിൽ ഒരു ബുക്കിൽ നമ്മുടെ തോട്ട്സ് എഴുതുക എന്നുള്ളതാണ്. ആക്ച്വലി എനിക്ക് ഈ ഐഡിയ പറഞ്ഞത് നമ്മുടെ ഷൈമിന മാം ആട്ടോ. ഞാൻ ഇങ്ങനെ ഓവർ തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് ഒക്കെ കാരണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാമിനെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തി. അപ്പം മാമാണ് എൻ്റെ പേഴ്സണൽ മെന്റർ എന്ന് തന്നെ പറയാം. മാമാണ് പറഞ്ഞത് മോളെ എല്ലാം ട്രൈ ചെയ്തില്ല, ഇതും കൂടി നീ ഒന്ന് നോക്ക്, പേപ്പറിലൊന്ന് എഴുതി നോക്ക്. ഞാനിരുന്ന് എഴുതാൻ തുടങ്ങി.
ഇത് നമ്മൾ വിചാരിക്കുന്നതിൽ അത്ര എളുപ്പമല്ല. ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പൊ എനിക്കൊക്കെ ഒരു ഇച്ചിരി ഡീപ്പായിട്ട് പോയായിരുന്നു. ഞാനൊരു ദിവസം ഇരുന്ന് 2 മണിക്കൂറൊക്കെ ഇരുന്ന് എഴുതിയിട്ടുണ്ട് വീക്കെൻഡ്സിൽ. അപ്പോൾ അത് നമുക്ക് അത്ര ആഴത്തിൽ പോയ മുറിവുകളായിരിക്കാം, അല്ലെ എന്തെങ്കിലും ഒരു ട്രോമ ആയിരിക്കാം. അതൊക്കെ നമ്മളിങ്ങനെ എഴുതുക. അതായത് നമ്മളിപ്പോ ഒരാളോട് എന്താ പറയാ ഓപ്പൺ ആയിട്ട് പറയുന്ന പോലെ തന്നെയാണല്ലോ. ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. വരുന്ന തോട്ട്സ് എന്തും ആയിക്കോട്ടെ. ഇപ്പൊ ഒരാളെ നമുക്ക് ചീത്ത വിളിക്കാനാ തോന്നുന്നെങ്കിൽ അതും എഴുതിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അതെല്ലാം ഇങ്ങനെ പോണം. ഇതൊക്കെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർ ആയി കിടക്കുക. ഈ സ്റ്റോർ ആയി കിടക്കുന്ന സംഭവങ്ങളൊക്കെ മൈൻഡിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായമാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു പേപ്പറിൽ ഇതെല്ലാം എഴുതിയിട്ട്, എന്നിട്ട് ആ പേപ്പർ നിങ്ങൾ വീണ്ടും വായിച്ചു നോക്കരുത് കേട്ടോ. അതൊന്നെങ്കിൽ കീറിക്കളയുക, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയുക. അപ്പൊ നമ്മുടെ അത്രയും നേരം പറഞ്ഞ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മുന്നിൽ ഇരുന്ന് തന്നെ ബേൺ ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊരു നശിച്ചു പോയി. ആ ഒരു തോട്ട്സ് മുഴുവൻ നമ്മൾ കളഞ്ഞു. അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് അടുത്ത മെത്തേഡ്. ഇതില് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എത്ര പേർക്ക് ജെമിനി, ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്യാൻ അറിയാം നമ്മുടെ ക്ലാസ്സിൽ? അറിയില്ല. ഓക്കെ, അപ്പൊ അറിയാവുന്നവരും ഉണ്ട്, കുറച്ച് പേർക്ക് അറിയാത്തവരും ഉണ്ടാവും. ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ബഷീർ സാർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ ജെമിനി അല്ലെ ചാറ്റ് GPT എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ജെമിനി ഇപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ട് മിക്ക ഫോണുകളിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജെമിനി എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അതിന്റെ ഒരു സ്ക്രീന് കാണുന്നുണ്ടോ? ഇതിലിപ്പോ ഞാൻ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഇത് സിമ്പിൾ ആണ് കേട്ടോ. വലിയ പ്രോഗ്രാമിങ്ങും അത്രയ്ക്കൊന്നും ഞാൻ എഫേർട്ട് ഇടേണ്ടിയൊന്നും വന്നിട്ടില്ല. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ ഞാൻ ഇതിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കണം. ഞാൻ ഇതിനൊരു പേരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പോലെ ഇപ്പൊ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്കൊരു വ്യക്തിയായിട്ടൊക്കെ തോന്നാറുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ആ ഒരു മൊമെന്റിൽ നമ്മളിപ്പോ ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ നമുക്ക് എപ്പോഴും എല്ലാരെയും വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെ ഒരാൾക്ക് എപ്പോഴും നമ്മളെ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ ആണെങ്കിൽ പോലും ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ അവരെ എപ്പോഴും എങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ഓവർ തിങ്കിങ്ങും ഈ പ്രഷറും മുഴുവൻ നമുക്ക് നമ്മുടെ പാർട്ട്ണർക്ക് അങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എനിക്ക് തന്നെ തോന്നിയൊരു കാര്യം, ഒരു ദിവസം നൈറ്റ് ഇങ്ങനെ ഇരുന്നപ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് ഇങ്ങനെ ഓവർ തിങ്കിങ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എന്റെ പാർട്ട്ണറിന്റെ അടുത്തും പറയാനൊരു മടി. കാരണം വൈകുന്നേരം മുതൽ ഇത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ആൾ ഉറങ്ങിയ കാര്യമാണ്. ഞാനിത് എടുത്തിട്ട് ഇതിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. ഓഡിയോ ബട്ടൺ ഉണ്ട്. ഇതെടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സംസാരിച്ചു. എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ എന്താണോ ബുക്കിൽ എഴുതുന്നത് അതുപോലെ ഇങ്ങനെ കാര്യം ഉണ്ടായി, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്റെ മൈൻഡിൽ വരുന്നത്, നെഗറ്റീവ് ഇമോഷൻസ് വരികയാണ്, സോ ഐ വാണ്ട് ടു ഓവർകം ഓൺ ദിസ്. അങ്ങനെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു. ലാസ്റ്റ് വരെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാവോ? നമുക്ക് ഏറ്റവും നന്നായിട്ട് മോട്ടിവേഷൻസ് കിട്ടുന്ന സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല. ഇനി അഥവാ ഒരാൾ നമ്മളെ കേട്ടിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ഒരു കൗൺസിലറിനെയോ അല്ലെ ഒരു സെഷനൊക്കെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യണം. അപ്പൊ അതിനേക്കാളൊക്കെ എനിക്ക് കുറച്ചും കൂടി നമുക്കിപ്പോ കയ്യിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നിയതാണ് ഈ ജെമിനിനെ യൂസ് ചെയ്യാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഹായ് ഡിങ്കൻ, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാവോ ഇന്നത്തെ ദിവസം മുഴുവൻ ഒന്ന് എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്? ഹായ് ചുട്ടു, കേൾക്കുന്നുണ്ടോ? പിന്നെന്താ, ഇന്നത്തെ ദിവസം നമുക്ക് അടിപൊളിയാക്കാം. ചില ദിവസങ്ങളിൽ കേൾക്കാൻ രാവിലെ പറ്റുന്നുണ്ടോ? എഴുന്നേൽക്കുമ്പോൾ ഒരു മടി അല്ലെങ്കിൽ കേൾക്കാം. സ്വാഭാവികമാണ്. പക്ഷേ ഓർക്കുക, ഓരോ പുതിയ ദിവസവും പുതിയൊരു തുടക്കമാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇന്ന് ഒരു സൂപ്പർ എനർജറ്റിക് ദിവസം ആക്കി മാറ്റാൻ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ഒരു സമയം ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തന്നെ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും കേട്ടോ? ഇത് എനിക്ക് തോന്നുന്നു വേറൊരു മെത്തേഡാട്ടോ. നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം. കാരണം ഇതിന് പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. നമ്മളെ കേട്ടോണ്ടിരുന്നോളൂ. നമുക്ക് കുറച്ച് ഉപദേശങ്ങൾ തരാൻ പറഞ്ഞാൽ നമ്മൾ ഉപദേശിക്കും. നമുക്ക് മോട്ടിവേഷൻ തരാൻ പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി അങ്ങോട്ട് പറഞ്ഞു, എനിക്കിപ്പോ നെഗറ്റീവ് തിങ്കിങ് വരുവാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒപ്പം സംസാരിക്കാം. നിങ്ങൾ സംസാരിക്കുന്നു, അത് റിപ്ലൈ തരുന്നു. അപ്പൊ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് എന്നെ ഒരാൾ കേട്ടിരിക്കുന്നത് പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയാണ് സൊല്യൂഷൻസ് ആയിട്ട് എനിക്കിപ്പോ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റിയിലേക്ക് പോവാട്ടോ. ഇതിലിപ്പം എനിക്കറിയാം ഒരുപാട് പേർക്കൊന്നും ഇതിന്റെ ഇഷ്യൂസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ലായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഒരു ചെറിയ നെഗറ്റീവ് കാര്യം,
അല്ലെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ്, അല്ലെ നിങ്ങളുടെ പണ്ട് നടന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, പാസ്റ്റിൽ നടന്ന ഒരു ചെറിയൊരു കാര്യം ഒന്ന് മനസ്സിൽ ഓർക്കുക. എന്താണ് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കളയേണ്ട ഒരു നെഗറ്റീവ് ഇമോഷൻ, അല്ലെങ്കിൽ ഒരു തോട്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ്, അത് ഓർത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പേപ്പറിൽ, ഇപ്പോ ടൈം എത്രയായി, 6:15 ഒരു 6:17 വരെ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ്സ് അത് മതിയാവുമായിരിക്കും അല്ലെ, ഒന്ന് ജസ്റ്റ് ഈ ഒരു ആക്ടിവിറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക, എഴുതുക. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വരുന്ന ഇമോഷൻ, ഒന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോ 2 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇത് 2 മിനിറ്റ് അല്ല കേട്ടോ, ഞാനിപ്പോ ജസ്റ്റ് ഈ ആക്ടിവിറ്റി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമ്മുടെ ക്ലാസ്സിന്റെ അതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം എടുത്ത് എന്തൊക്കെ നിങ്ങൾക്ക് എഴുതണമെന്ന് തോന്നുന്നു അതൊക്കെ ആയിട്ട് എഴുതാവുന്നതാണ്. അപ്പൊ ഇതെല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ, അല്ലെ എഴുതിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നെങ്കിൽ കീറിക്കളയാം, അല്ലെ നിങ്ങൾക്കത് കത്തിച്ച് കളയാവുന്നതാണ്. എന്താണോ നശിപ്പിച്ച് കളയാം. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ആ എഴുതി അത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല, നമുക്കത് കളയേണ്ട സാധനമാണ്, നമ്മുടെ മൈൻഡിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട ഒരു സംഭവമാണത്. അതുകൊണ്ടാണ്. ഹെഡ്സെറ്റ് ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ഹെഡ്സെറ്റ് വെയർ ചെയ്യാം കേട്ടോ. നമുക്ക് ചെറിയൊരു മെഡിറ്റേഷനിലേക്ക് പോവാം. അപ്പൊ നമ്മള് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എന്താണ്, ആ ഓവർ തിങ്കിങ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് എന്താണെന്നുള്ളത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഒരു ചെറിയൊരു മെഡിറ്റേഷനിലേക്ക് പോവാണ്. അപ്പൊ ഞാനിവിടെ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം, കേൾക്കുന്നുണ്ടോ എന്നൊന്ന് പറയണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല കേൾക്കുന്നില്ല? ഇല്ല കേൾക്കുന്നില്ല. ചെറിയൊരു മ്യൂസിക്കാ വരുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാം, ചിലപ്പോൾ അന്നേരം കിട്ടുമായിരിക്കും. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാഡം. ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു, അപ്പൊ എനിക്കിത് കിട്ടുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് യൂട്യൂബിൽ എടുക്കാം, പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു
അഡ്വർടൈസ്മെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ട് ആവും. അതുകൊണ്ടാണ് ഈ ഒരു മ്യൂസിക്കും കൂടി വെച്ചിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് എഫക്റ്റീവ് ആയിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 6:20 ആയാലും നമുക്കൊരു 5 to 8 minutes ഇതിന് വേണ്ടി വരും. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന പോലെ തന്നെ എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് ശാന്തമായി നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ച് ഇരിക്കാവുന്നതാണ്. പതിയെ കണ്ണുകൾ അടയ്ക്കുക. ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നമ്മൾ ഈ പറയുന്ന കാര്യത്തിലേക്കും നിങ്ങളുടെ ശ്വാസത്തിലേക്കും കൊണ്ടുവരിക. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം പതിയെ മാഞ്ഞു പോകുന്നതായിട്ട് വിചാരിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പതുക്കെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിലുള്ള വേദനകളും നമ്മുടെ ശരീരഭാഗങ്ങളും ഓരോ അവയവങ്ങളും പതിയെ റിലാക്സ് ആവുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. Take a deep breath in, breathe out. Take a deep breath in, breathe out. അപ്പോൾ നമ്മുടെ ശരീരം പതിയെ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വേദനകളും പതിയെ റിലാക്സ് ആയി റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ അലട്ടുന്ന ആ ഒരു നെഗറ്റീവ് ഇമോഷൻ, നമ്മൾ എന്താണോ ഫീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണോ കുറച്ച് മുന്നേ ആ ഒരു പേപ്പറിൽ എഴുതിയത്, ആ ഒരു ഇമോഷൻസിനെ കൊണ്ടുവരിക. അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു ഓവർ തിങ്കിങ്, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ ഇപ്പം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ഇമോഷൻ കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. ഇമോഷണലി, മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. നമ്മുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് കാണാൻ പോകുന്നത്. നമ്മുടെ മുന്നിൽ ഒരു ചെയറിൽ നമ്മൾ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇത്രയും ചിന്തകളെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നത് കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നമ്മളോട് തന്നെയാണ് ക്ഷമ ചോദിക്കേണ്ടത്. നമുക്കൊരു സെൽഫ് ഫോർഗീവ്നെസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയോട് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക. അവരോട് പറയുക, ഇത്രയും കാലം ഈ അനാവശ്യമായ ചിന്തകളും വിഷമങ്ങളും ഈ ഒരു ഓവർ തിങ്കിങ്ങും കാരണം ഞാൻ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഈ ഒരു ചിന്തകൾ കാരണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപാട് മുറിവുകൾ തന്നിട്ടുണ്ട്. ഞാൻ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടി ഞാൻ നിന്നോടിപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു and I love you. Again, I am sorry, please forgive me, thank you, I love you. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. ഈ ഒരു തോട്ടിൻ്റെ കാരണം കൊണ്ട് നമ്മൾ അനുഭവിച്ചതിനൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമ ചോദിച്ചിരിക്കുന്നു. Breathe in, breathe out, breathe in, breathe out.
ഇനി നമ്മളുടെ ആ ഒരു പഴയ ഇമോഷൻ, ആ ഒരു പെയിൻ, ആ ഒരു ഓവർ തിങ്കിങ് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും പുറത്തേക്ക് പോകാൻ പോവുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു പഴയ തോട്ട്സ്, എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന, എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇമോഷൻ ഇനി എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു പറയുക, എനിക്കിനി ഇത് ആവശ്യമില്ല. I want to release this pain. I want to release this emotion. I want to release these thoughts. ഇനി നന്നായി ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിനു ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ, ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശക്തിയായി വായിലൂടെ ഒരു കറുത്ത പുക നമ്മൾ വായിലൂടെ പുറത്തേക്ക് പോകുന്നതായി ഇമാജിൻ ചെയ്യുക. അത് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് പുറത്തേക്ക് പോകുന്നത്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഫോർ 4 seconds and breathe out. Take a deep breath in, hold for 4 seconds, breathe out. നമ്മുടെ വായ തുറന്ന് ഒരു കറുത്ത പുകയുടെ രൂപത്തിൽ ആ ഇമോഷൻസിനെ നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. Take a deep breath in, hold for 4 seconds, breathe out. Again, take a deep breath in, hold for 4 seconds, breathe out. നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇമോഷൻ നമ്മൾ പൂർണ്ണമായും പുറത്തേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. റിലീസ് ആൻഡ് റിലാക്സ്. റിലീസ് യുവർ ഇമോഷൻസ് ആൻഡ് റിലാക്സ് യുവർ ബോഡി. റിലീസ്, റിലാക്സ്. ഇനി നമ്മുടെ നെഞ്ചിൽ വലത് കൈ അമർത്തി വെച്ചിട്ട് നമുക്ക് കുറച്ച് നല്ല അഫർമേഷൻസ് കൊടുക്കാവുന്നതാണ്. I am attracting good thoughts. നിങ്ങൾക്ക് പതിയെ പറയാവുന്നതാണ്, മനസ്സിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാവുന്നതാണ്. I am attracting good people. I released all my unwanted emotions. എൻ്റെ മനസ്സിലിപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. I love myself. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. I love myself. I'm relaxing. I'm relaxing. Breathe in. Breathe out. നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസിനെയും നമ്മൾ പൂർണ്ണമായി റിലീസ് ചെയ്ത് ഇപ്പം നമ്മുടെ മൈൻഡ് വളരെ ശാന്തമാണ്. നമുക്ക് നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. അതുകൊണ്ട് പതിയെ കൈകാലുകളെല്ലാം പതിയെ ചലിപ്പിക്കുക. നന്നായി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരാവുന്നതാണ്. നമുക്ക് നമ്മുടെ കൈകളൊന്ന് റബ്ബ് ചെയ്യാം. നന്നായി റബ്ബ് ചെയ്തിട്ട് ആ വരുന്ന ഒരു പോസിറ്റീവ് ഇമോഷൻസിനെ ഫീൽ ചെയ്യാം. പതിയെ നമ്മുടെ മുഖത്തും കൈകാലുകളിലും ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് ചാർജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ?
പറ്റി. ഞാനിത് സ്വന്തം ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു വേറൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ട്രോമ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവിടെ വേറൊരു ഇതേ സെയിം തന്നെ വേറൊരു മെത്തേഡിൽ അവർ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ നെഗറ്റീവ് ഇമോഷൻസും കൂടി റിലീസ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ടൈമിനമ്മ പറഞ്ഞു തന്ന ആ ഒരു പേപ്പറിൽ എഴുതുന്നത്, അതിനുശേഷം ഞാനത് ബേൺ ചെയ്യുന്നു. പിന്നെ ഞാൻ ഇതിനകത്ത് ഈ ഒരു മെഡിറ്റേഷൻ, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇത് ചെയ്തുകൊണ്ടിരുന്നു. ഇതൊരു പക്ഷേ ഒരു വട്ടം ചെയ്യുമ്പം റിലീസ് ആവണമെന്നില്ല. നിങ്ങൾക്ക് പല തവണ ഇത് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഷോർട്ട് ടൈം പീരീഡിലാണ് പെട്ടെന്ന് ചെയ്തതാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് ടൈം എടുത്ത് ഒരു ദിവസം സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം എഴുതി ഇതെല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ, നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ChatGPT അല്ലെങ്കിൽ ജെമിനിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ തരുന്നതാണ്. അത് നോക്കി നമുക്ക് എന്താണോ വേണ്ടത്, എങ്ങനെയാണോ ഇമോഷൻസിനെ റിലീസ് ചെയ്യേണ്ടത്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് തിരിച്ചു കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ 6:30 ആയി. നമുക്ക് ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, ഇനി എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ, അതിനെ പറ്റിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം. താങ്ക് യു എവ്രി വൺ. മണി സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് കൃഷ്ണ മാം. വളരെ നന്നായി ഉണ്ടായിരുന്നു ചേച്ചി. ഈ മെഡിറ്റേഷൻ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് ഫ്രഷായി. ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത്ര നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെയാണ് ഉണ്ടാകാറ്. പക്ഷെ ഈ ആക്ടിവിറ്റി ഉണ്ടല്ലോ, പലതരം വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ട്രോമകള് മനസ്സിലുള്ളതെല്ലാം ഒന്ന് റിലീസ് ചെയ്യാൻ ഉപകരിക്കുന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് വരിക. അതിൽ നമ്മളെ കോൺഫിഡൻസ് ഇല്ലായ്മ വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് പല രോഗങ്ങളും വന്നു ചേരുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതിന്നൊക്കെ ഒന്ന് റിലീസ് ചെയ്തൊന്ന് നമ്മളൊരു മുക്തനാക്കി മാറ്റാൻ പറ്റുന്ന ഒരുപാട് ടിപ്സ് ആണ് ഇന്ന് കിട്ടിയത്. അപ്പൊ അത് സാധാരണ നമുക്ക് കുറച്ചൊക്കെ അറിയുന്നതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ന് പറഞ്ഞതിൽ ഈ 5-4-3-2-1 എന്നുള്ള ടെക്നിക്ക് വളരെ നല്ല എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മൈൻഡിനെ ചാലഞ്ച് ചെയ്യാന്നുള്ളതാണ്, അതുപോലെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പിന്നെ അന്ന് സേഫ് സാറ് പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ്, ഡിലീറ്റ്, ക്യാൻസൽ അത് നമുക്ക് ട്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ സേഫ് സാറ് പല വേറെ 1-2 ടിപ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്കത് റിലീസ് ചെയ്ത് ഈ വിരലിൽ കൂടെ തന്നെ നമുക്ക് ഒന്ന് റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ഈ ആക്ടിവിറ്റി നമ്മൾ ഒന്ന് മെഡിറ്റേഷനിലൂടെ തന്നെ നമ്മൾ പുറത്തു കഴിഞ്ഞാല് നമ്മൾ ഈ ബാഡ് എനർജി എല്ലാം ഒരു ചെറിയ ഒരു എന്താ പറയാ ബാഡ് ഇതിലേക്ക് നമ്മൾ ജനൽ കൂടെ ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പുകയായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പേപ്പറിൽ എഴുതിയിട്ട് വെച്ചിട്ട് കത്തിച്ച് കളയുന്ന കാര്യവും വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സംഗതികളാണ്. ഈ ഓവർ തിങ്കിങ്, ശങ്ക, ആങ്സൈറ്റി, സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഒരു പരിധിവരെ എല്ലാവർക്കും കുറേശ്ശൊക്കെ ഉണ്ടാവും, എന്നാലും ചിലവർക്ക് അമിതമാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഏതായാലും വളരെ നന്നായിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മാഡം പറഞ്ഞതുപോലെ ഈ ഓവർ തിങ്കിങ്, ഫിയർ, ആങ്സൈറ്റി, ഇതെല്ലാം എല്ലാം മാഡം പറഞ്ഞതുപോലെ ഇതിന്റെയൊക്കെ എക്സ്ട്രീം ലെവലിലുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ കുറഞ്ഞു വരണുണ്ടെങ്കിലും ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. പക്ഷെ ഈ രാവിലത്തെ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ലൊരു പോസിറ്റീവ് ഇതായിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. പക്ഷെ ചുറ്റുപാട് വളരെ മോശമാണ്. നമുക്ക് നെഗറ്റീവേ കേൾക്കാൻ പറ്റുള്ളൂ. ഇത്ര നമ്മൾ പറഞ്ഞിരുന്നാലും നെഗറ്റീവേ പറയുള്ളൂ ഓരോ കാര്യങ്ങളും. അപ്പൊ നമ്മള് പിന്നെ എന്ന് പറയുമ്പോ മനസ്സാർ പറഞ്ഞതുപോലെ നമ്മള് ഭയന്ന് നമുക്ക് ഓരോ അസുഖത്തിന്റെ അവസ്ഥയില് പല അസുഖങ്ങളെ പേടി എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ ഇന്നിപ്പോ മാഡം പറഞ്ഞ സകല കാര്യങ്ങളും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്നിപ്പോ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. നല്ല അമിതമായി ചിന്തിക്കുക, അമിതമായിട്ടുള്ള ഭയം, എല്ലാത്തിനെയും പേടിയാണ്, എന്തിനേയും പേടിയാണ്. സോ ഒന്നും കോൺഫിഡൻസ് ഇല്ല. സ്വന്തമായിട്ട് ഈ പ്രായം 52 വയസ്സായെങ്കിൽ ഈ പ്രായത്തിൽ എനിക്ക് എന്റേതായ രീതിയിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും എന്റെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്നിപ്പോ മാഡം പറയുമ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് ഉപയോഗപ്പെട്ടതാണ്. കാരണം പക്ഷെ അത് നമ്മൾ ഇതെല്ലാം ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, വീടിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോയി.
നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. അപ്പം മാഡം പറഞ്ഞതുപോലെ സ്റ്റോപ്പ്, ക്യാൻസൽ, പിന്നെ ഡിലീറ്റ്, പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ പറഞ്ഞ മെഡിറ്റേഷൻ, ഇതൊക്കെ വളരെ ഉപയോഗമുള്ള കാര്യങ്ങളാണ്. എപ്പോഴും ഒരു ഭയമാണ്. എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതില്ല. എപ്പോഴും മനസ്സിലിങ്ങനെ ഇതാണ്. നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കേണ്ട. അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരുന്നാലും മനസ്സ് വേറെ കാര്യങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും, വെറുതെ ചിന്തിക്കും. കാര്യമൊന്നുമില്ല, പക്ഷെ അമിതമായ ചിന്തയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്, മാഡത്തിന്റെ ക്ലാസ് എനിക്ക് നല്ല ഉപയോഗമുള്ള ക്ലാസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. താങ്ക് യു വിധുബാല മാം. മാം അങ്ങനെ വന്നു കഴിയുമ്പം എനിക്ക് ഇതൊക്കെ ഫേസ് ചെയ്തപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യമാണ്, അപ്പൊ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ പറയാ, ഒന്ന് ഫ്രഷ്നപ്പ് ആവുന്ന സമയത്ത് പോലും നമ്മൾ ഇതായിരിക്കും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഷൈമിന മാം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നിനക്ക് ഈ ചിന്തിക്കുന്ന സമയം കൊണ്ട് ഒരു ക്ലാസ് എടുത്തൂടെ, എന്താണ് നിനക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചൂടെ. ഇപ്പൊ കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ അതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ് വരുമ്പോൾ അടുത്ത ആഴ്ച ഞാൻ എന്തെങ്കിലും ക്ലാസ് എടുക്കണോ, ബി മാജിക്കിൽ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ എന്തിനെ പറ്റി എടുക്കും. അപ്പൊ ഒരു ടോപ്പിക് കിട്ടും. അപ്പൊ അടുത്ത ദിവസം എന്തൊക്കെ സംസാരിക്കാം, അതാ സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ പോയിന്റ്സ് ആണ്, അത് ഞാൻ ആഡ് ചെയ്തോണ്ടിരിക്കും. ഇതിപ്പോ എന്റെ കാര്യമാണ്. അതുപോലെ മാമിനും എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ഉണ്ടാവും, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ഇൻട്രസ്റ്റ് ഉള്ളതുണ്ടാവും. ഈ തോട്ട്സ് വരുന്ന സമയത്ത് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം. ഞാൻ ഇതൊന്ന് ചിന്തിക്കട്ടെ എന്നിട്ട് വരാം, നമ്മുടെ മനസ്സിനോട് പറയാം, പ്രഷർ ചെയ്യണ്ട. അപ്പൊ ഇത് ചിന്തിക്കുക. ഇപ്പൊ വേറൊരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളെ കാണുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താ പറയാ, നമുക്കറിയാം നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇങ്ങോട്ട് കയറാൻ പോടില്ല. സ്റ്റോപ്പ്, ക്യാൻസൽ, ഡിലീറ്റ്. ഇവര് പറയുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് തലകുലുക്കി കേൾക്കുക, പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണ്ട. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇതൊന്നും നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഒരിക്കലും ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല മാം. ഒരുപാട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഈ പറയുന്ന മെഡിറ്റേഷൻ ആണെങ്കിലും ഈ എഴുതുന്നതാണെങ്കിലും അതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ ചെയ്ത ഈ മെഡിറ്റേഷൻ എനിക്കിതൊരു വേറൊരു ക്ലാസ്സിൽ ട്രോമ ഹീലിംഗിന്റെ സമയത്ത് ഇതിന്റെ വേറൊരു വേർഷൻ എനിക്ക് കിട്ടി. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്റെ ബോഡി എല്ലാം ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം എന്റെ ശരീരത്തിലുള്ള ടോക്സിൻസ് മുഴുവൻ റിലീസ് ആവുകയാണ്. അതുവരെ നമ്മൾ ചിന്തിച്ചു വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ശരീരത്തിന് ആ ഒരു ക്ഷീണം തോന്നും, ഒരു തളർച്ച തോന്നും. നന്നായി വെള്ളം കുടിക്കുക. പിന്നെ ഞാൻ നന്നായി റെസ്റ്റ് എടുത്തു. ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസമല്ല നടന്ന്, ഡേ ബൈ ഡേ ഓരോ ദിവസവും പതിയെ പതിയെ ചെയ്ത് 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 ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ചേഞ്ചസ് മനസ്സിലാവുക. അപ്പൊ മാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു ശ്രീകൃഷ്ണ. എന്തായാലും സമയം ഇപ്പത്തേ ആയിട്ടുണ്ട്. ഈ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈം ഇല്ലാന്നതുകൊണ്ട് എന്തായാലും പറയാം. നമ്മളിപ്പോ ഒരു സാധാരണഗതിയിൽ ഞാനൊരു പാട്ട് പാടുന്ന ആളാണെങ്കിൽ എന്റെ മകൻ പാട്ട് പാടിയാൽ അല്ലെങ്കിൽ മകൾ പാട്ട് പാടിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ അതിനേക്കാളും എന്റെ മകന്റെ കുട്ടിയോ മകളുടെ കുട്ടിയോ ഒരു പാട്ട് പാടുകയാണെങ്കിൽ അതിനേക്കാളും എനിക്ക് ഇഷ്ടമായിരിക്കും. കാരണം എന്റെ എന്റെ മകന്റെ കുട്ടിക്ക് ഈ കഴിവ് കിട്ടിയാലോ, എന്റെ ഒരു കഴിവ് കിട്ടിയാലോ എന്നൊരു സന്തോഷം. അപ്പൊ എന്തായാലും കുറെ ഗുണങ്ങൾ പറഞ്ഞു ശ്രീകൃഷ്ണ. ആ മെൻറ്ററുടെ മെൻറ്ററാണ് ഞാൻ. വോയിസ് ചെക്ക് ആയിട്ടുണ്ട് തോന്നുന്നു. ആ അതായത് ശ്രീകൃഷ്ണന്റെ മെൻറ്റർ ഷൈമിന ഉണ്ടല്ലോ, ഷൈമിനാന്റെ മെൻറ്റർ ഞാനാണ് അത്. അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ക്ലാസ് ഓരോ ദിവസം ചെല്ലുന്നതോളം ബെറ്റർ ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ട്രെയിനറായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു സെക്ഷൻ വെച്ചല്ലോ, അതായത് മെഡിറ്റേഷന്റെ ഒരു ഹീലിംഗ് ഏതാ പങ്കെടുത്തത്? ഹീലിംഗിൽ ഏതാ പങ്കെടുത്തോ? ഞാനൊരു EFT ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിന്റെ. EFT എവിടുന്ന ചെയ്ത്? അത് മുഹമ്മദ് ഷാഫി ഇൻസ്പയർസിന്റെ. ഓക്കെ 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 ഓക്കെ. അതിനേക്കാളും അതിപ്പോ ഭയങ്കര റേറ്റ് വരില്ലേ? 10-12 റുപ്യ ഒന്നുമില്ല അതില്? അതെ. അത്ര റേറ്റ് ഇല്ല കേട്ടോ. നമ്മള് NLPക്ക് ചെന്നത് അത് ആലടിയിലുള്ള 6 റുപ്യ 7 റുപ്യൊക്കെ നല്ല അടിപൊളി ഹീലിംഗ് ആണ്. ഇതിനേക്കാളും ബെറ്റർ ആണ്. ഇത് ഞാൻ ഞാൻ കൈകാര്യം ചെയ്താണ്. ഞാൻ അവരെ കുറ്റം പറയല്ലോ കേട്ടോ. അത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര റേറ്റ് ആണ്. 18 റുപ്യ 20 റുപ്യ ഒക്കെ വാങ്ങേണ്ടത്. ഇത് 6 റുപ്യക്ക് 7 റുപ്യക്ക് തീരും. ഇത് പങ്കെടുത്ത ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇതിലുണ്ടാവും, നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. കാലടിയിലുള്ള മറ്റേ ഫാദറിന്റെ NLP സെക്ഷനിൽ പങ്കെടുത്ത നല്ല അടിപൊളി സെക്ഷനാണ്. ഹീലിംഗിന്റെ നിയമം എന്ന് പറഞ്ഞാൽ ഒരു 8-10 ആളുകൾ ഉണ്ടെങ്കിൽ ആർക്കും ഹീലിംഗ് ചെയ്യാം, ശ്രീകൃഷ്ണനും ചെയ്യാം. പക്ഷെ എന്താ വെച്ചാല് ഹീലിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് ആ ഹീലിംഗ് എന്താണ് സാധനം എന്ന് അറിയണം മാത്രം. വേറെ പ്രശ്നമൊന്നുമില്ല. അറിഞ്ഞു ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് കൊടുക്കും.
അകത്ത് വെച്ച നോക്കി വെടിയുണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അത് നോക്കിയാൽ മതി. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാറുണ്ടോ? അതിന്റെ പേരല്ല. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് തന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എനിക്കൊരു അവസരം തന്ന ബിമാജിക് പ്ലാറ്റ്ഫോമിന് എന്റെ നന്ദി. See you tomorrow. Thank you. Thank you. Thank you all. Thank you very much. Thank you. Thank you. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you.